ഹലോ, ഇന്നത്തെ വീഡിയോ അസൈൻമെൻറ്റിലൊക്കെ ഫ്രണ്ട് പേജിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് ഒരു പിക്ചർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ പറഞ്ഞ് ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ 2 കോർണേഴ്സിൽ ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം റെഡ് കളർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മിഡിലിൽ യെല്ലോ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ സ്കെച്ച് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രഷ് പെൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇതുകൊണ്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ, കളർ ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ വെച്ച് ഔട്ട്ലൈൻ ചെയ്തതായിരിക്കും ഒന്നും കൂടി നല്ലത്. അതിന് ശേഷം ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഹാഫ് വരെ വരട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ലീവ്സ് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഫ്ലവറിൻ്റെ അടുത്തും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ലൈൻ വരച്ചിട്ട് ലീഫ് വരച്ച് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വരച്ച് കഴിയുമ്പോഴത്തേനും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. നമ്മളുടെ ചാനലിൽ ഇതല്ലാതെ വേറെ 2 അസൈൻമെൻറ്റിൻ്റെ ബോർഡറും കൂടി ചെയ്തിട്ടുണ്ട്. അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതൊന്നും കൂടി സിമ്പിളാണ്. ഇനി അടുത്തതായിട്ട് റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മറ്റ് ഭാഗത്തും കൂടി ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബോർഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.